നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. അഗ്നിബാധയിൽ അന്വേഷണം. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുണ്ടായ തീപിടുത്തത്തിൽ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. പഴയ തപാൽ ഉരുപ്പടികൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിൽ തീ പടർന്നത് പോസ്റ്റൽ വകുപ്പിന്റെ അനാസ്ഥ കാരണമെന്ന് മന്ത്രി കടകംപള്ളി. മേഖലയിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തുമെന്നും അപകടസ്ഥലം സന്ദർശിച്ച ശേഷം ദേവസ്വം മന്ത്രി. 2 കെട്ടിടങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ച അപകടത്തിൽ ഒഴിവായത് വൻ ദുരന്തം. പുലർച്ചെ 4 മണിയോടെ തീ പടർന്നത് തപാൽ വകുപ്പിന്റെ ഗോഡൌണിൽ നിന്ന്. രക്ഷാപ്രവർത്തനത്തിനിടെ 2 കമാൻഡോകൾക്ക് പരിക്ക്. നഗരത്തെ ഭീതിയിലാഴ്ത്തിയ അഗ്നിബാധ നിയന്ത്രണ വിധേയമായത് അഗ്നിശമന സേനയുടെ 16 യൂണിറ്റുകൾ ദീർഘനേരം നടത്തിയ കഠിന ശ്രമത്തിനൊടുവിൽ. കത്തിയ കെട്ടിടത്തിന് തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. തിരുത്തലുമായി മുഖ്യമന്ത്രി. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന പ്രസ്താവന വിവാദമായതോടെ നിലപാട് മാറ്റി പിണറായി. താൻ പ്രതികരിച്ചത് ഔദ്യോഗിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ലെന്ന് വിശദീകരണം. സംഭവത്തിലെ ഗൂഢാലോചന മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടതില്ല എന്നാണ് ഉദ്ദേശിച്ചതെന്നും മുഖ്യമന്ത്രി. എന്നാൽ പിണറായിയുടെ പരാമർശം ആരെയോ സംരക്ഷിക്കാനെന്ന് രമേശ് ചെന്നിത്തല. ഗൂഢാലോചന നടന്നു എന്ന് പോലീസും ഇല്ല എന്ന് മുഖ്യമന്ത്രിയും പറയുമ്പോൾ ജനം ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ്. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പ്രഹസനമെന്ന് V മുരളീധരൻ. പ്രതി ആരെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. അത് മറച്ചുവെക്കാനാണ് ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞത്. കേസിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ടോ കോടതിയുടെ മേൽനോട്ടത്തിലോ അന്വേഷണം നടത്തണമെന്നും മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ. തിരച്ചിലും തെളിവെടുപ്പും. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുമായി കോയമ്പത്തൂരിൽ പോലീസിന്റെ തെളിവെടുപ്പ്. സുനിയും വിജേഷും ഒളിവിൽ താമസിച്ചിരുന്ന പീളമേട് ശ്രീറാം നഗറിലെ വീട്ടിൽ പരിശോധന പൂർത്തിയാക്കി അന്വേഷണ സംഘം. പ്രതികൾക്ക് തമിഴ്നാട്ടിൽ സഹായം നൽകിയിരുന്നയാൾ ഒളിവിലെന്ന് റിപ്പോർട്ട്. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി 2 പ്രതികളെയും ആലുവ കോടതി 8 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഇന്നലെ. പൾസർ സുനി ഒളിവിൽ കഴിഞ്ഞ വീട്ടിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ കണ്ടെടുത്തതായി പോലീസ്. അതേസമയം കീഴടങ്ങാൻ പ്രതികൾ കൊച്ചിയിലെത്തിയ പൾസർ ബൈക്കിന്റെ ഉടമയെ പോലീസ് തിരിച്ചറിഞ്ഞു. പീളമേട് സ്വദേശി സെൽവന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്ക് പ്രതികൾക്ക് ലഭിച്ചതിൽ അന്വേഷണം. ബൈക്ക് മോഷണം പോയതെന്ന് ഉടമയും വാഹനത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ച് പോലീസും. തൊപ്പി തെറിപ്പിച്ച പകപോക്കൽ. പോലീസ് മേധാവി സ്ഥാനത്തു നിന്ന് തന്നെ മാറ്റിയത് CPMന്റെ രാഷ്ട്രീയ പകപോക്കലെന്ന് ഗുരുതര ആരോപണം ഉന്നയിച്ച് TP സെൻകുമാർ. രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ അന്വേഷണം പാർട്ടി നേതൃത്വത്തെ ചൊടിപ്പിച്ചതായി സെൻകുമാർ. ആരോപണങ്ങൾ സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീൽ ഹർജിയിൽ. TP ചന്ദ്രശേഖരൻ, ഷുക്കൂർ, കതിരൂർ മനോജ് വധക്കേസുകളിലെ അന്വേഷണം പാർട്ടിയുടെ വിദ്വേഷത്തിന് കാരണമായെന്ന് ഹർജിയിൽ സെൻകുമാറിന്റെ ആരോപണം. മനോജ് വധക്കേസിൽ P ജയരാജന്റെ പങ്ക് അന്വേഷിച്ചതും വിനയായി. സംസ്ഥാന പോലീസിന്റെ അവസ്ഥ പരിതാപകരമെന്നും ഹർജിയിൽ ആക്ഷേപം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2800 രൂപ, പവൻ 22,400 രൂപ, വെള്ളി 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.